കുഞ്ഞു മക്കളെ ആരും ദ്രോഹിച്ച് വഴിയിലെറിയാൻ ശ്രമിക്കേണ്ട. അവർക്ക് താമസിക്കാൻ ഇന്ന് സ്നേഹതീരമുണ്ട്. അവിടെ സ്നേഹം കിട്ടും, അവർക്ക് വാത്സല്യം കിട്ടും, സ്നേഹത്തിനുപരി വാത്സല്യം കിട്ടും. അവരെ പൊന്നുപോലെ കൊണ്ട് നടക്കുന്ന സിസ്റ്റേഴ്സുണ്ട്. ആ ഒരു ആശ്രമമാണ് ഇവിടെ തുടങ്ങുന്നത്. ചാപ്പലിൽ പ്രാർത്ഥിക്കാൻ ദൈവമില്ലാതെ ഒന്നുമില്ല. അതിനുള്ള സൗകര്യങ്ങളും കുഞ്ഞുങ്ങൾക്കുള്ള എല്ലാ സൗകര്യം പറഞ്ഞു ഉണ്ടാക്കുമ്പോൾ നന്നായി ചെയ്യണം. ഞാൻ അത്ഭുതപ്പെട്ടു. കയറിയപ്പോൾ ഞാൻ വിചാരിച്ച് ഏതോ 5 സ്റ്റാർ ഹോട്ടലിൽ വന്നാണെന്ന് വിചാരിച്ചു. അനാഥരായ കുഞ്ഞുങ്ങളല്ലേ എവിടെയെങ്കിലും കിടക്കട്ടെ എന്ന് ചിന്തിച്ചു. ഷെഡിൽ പല സ്ഥലത്തും ഇത്തരം കുഞ്ഞുങ്ങൾ വെറും ആസ്പെറ്റോസ് ഇട്ട ഷെഡിൽ കിടക്കുന്ന കാഴ്ചകളുണ്ട് ഇന്ത്യയിലൂടെ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. മനോഹരമായ ഒരു 5 നക്ഷത്ര ഹോട്ടലിന് തുല്യമായ രീതിയിൽ പണി തീർത്ത് ഒരു 4 സ്റ്റാർ ഹോട്ടലിലെങ്കിലും ഉണ്ട് സൈഡ്. അതിൽ കുറഞ്ഞിട്ടില്ല. ആ ഒരു വൃത്തിയിലും അന്തരീക്ഷത്തിൽ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ ആ വൃത്തിയും ആ അച്ചടക്കവും അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും. അവർ നാളെ ഈ സമൂഹത്തിന് ഗുണം ചെയ്യുന്നവരാണ്. നമ്മളെ കുഞ്ഞുങ്ങളെയൊക്കെ വഷളാക്കുന്നവരാണ്. ഇത്തരം സ്ഥാപനങ്ങളിൽ ചവറ് പോലെ കുഞ്ഞുങ്ങളെ കൊണ്ടിട്ട് കുളിയില്ല, പല്ലിയേപ്പുമില്ല, കീറിയ ഉടുപ്പും ഒക്കെ ഇട്ട് നശിപ്പിച്ച് കളയുമ്പോൾ അവരുടെ ഉള്ളിൽ പുറത്തേക്ക് കിടക്കണം. അവിടെ ഒരു ഭയങ്കര കുഴപ്പം പിടിച്ച ലോകമുണ്ട്. ആ ലോകത്തേക്ക് പോകാൻ ആഗ്രഹിക്കും. ആർക്കും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പറ്റുന്ന സഹായങ്ങൾ ഇതുപോലുള്ള സ്ഥാപനങ്ങളെ ഇതുപോലുള്ള മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യും. ഇപ്പോൾ സ്നേഹതീരത്തിൻ്റെ ഒരു ബാലഭവനാണെന്ന് തുടങ്ങുന്നത് കുട്ടികൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ആരാണ് ഇവിടെ അടിസ്ഥാനപരമായ കുഞ്ഞുങ്ങൾ? വർഷങ്ങളായി കഴിക്കുന്ന മൂത്ത മോനിപ്പം +2 കഴിഞ്ഞ് ഡിഗ്രി കഴിക്കണം അല്ലയോ? അവൻ ഡിഗ്രിക്കാണ് പഠിക്കുന്നത്. ഇവിടുത്തെ മൂത്ത മകൻ. ഇതെല്ലാം മക്കളാണ്. ഇളയ മോള് താണ്ട് എവിടെ ഇരിപ്പുണ്ട്. അവളെ താഴെ വയ്ക്കത്തേ ഇല്ലായിരുന്നു ഈ സിസ്റ്റർ. എവിടെ പോയാലും ഇതിങ്ങനെ കയ്യിൽ കാണും. സ്വന്തം അമ്മൂമ്മ പോലെ അങ്ങനെ കൊണ്ടുനടക്കത്തില്ല. ഇപ്പോൾ വേറൊരു ചെറിയ കൊച്ചുണ്ട്. അതിനെ ഇങ്ങനെ കമ്മലൊക്കെ ഇടിച്ച് മാലയൊക്കെ ഇടിച്ച് നമുക്ക് കേൾക്കാനൊക്കെ തരുള്ളൂ. ഭയങ്കര നാണാണ്. ഈ കുറച്ച് ദിവസം ഈ സിസ്റ്റർ ഇങ്ങനെ ഈ സിസ്റ്റർമാരിങ്ങനെ കൊണ്ടുകിടന്ന് ഈ വേഷം ഇടാത്ത ആരെടുത്തവർ വരത്തില്ല. ഞാൻ എന്നെ വിളിച്ചാലും പറഞ്ഞാൽ ഞാൻ സിസ്റ്ററുടെ വേഷം ഇടും. അല്ലാതെ എൻ്റെ അടുത്ത് വരത്തില്ല, അല്ലാത്തവർക്ക് വരത്തില്ല. കാരണം അവർക്ക് ബാക്കിയുള്ളവരൊക്കെ പേടി. ഈ സിസ്റ്റർമാരിങ്ങനെ ഒരാളെടുക്കും, അടുത്ത ആളെടുക്കും, വേറെ ആളെടുക്കും. ഇതെല്ലാം സ്നേഹമാണ് നമ്മൾ കാണുന്നത്. ഈ സിസ്റ്റർ ഏറ്റവും, ഞാൻ എപ്പോഴും സിസ്റ്ററുമായിട്ട് ഇത്രയും വർഷത്തിനടുപ്പത്തല്ല, ഈ സിസ്റ്റർ എന്നും അലട്ടിയിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നിയമത്തിലൊരു വ്യവസ്ഥയും അമ്മ സുഖമില്ലാതിരിക്കുന്ന ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ ജീവിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ അവരോടൊപ്പം നിർത്താൻ പാടില്ല എന്നൊരു നിയമം ഇത് പറയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഒരു ഉത്തരവാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മക്കളെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല, സ്നേഹതീരത്തിൽ നിർത്താൻ പറ്റത്തില്ല അവിടെ. അപ്പോൾ ഇവരെ എന്ത് ചെയ്യും? സിസ്റ്റർ പല സ്ഥലത്ത് കോട്ടയത്ത് ഒരു മോനെ 2-3 കുഞ്ഞുങ്ങളെ കോട്ടയത്താക്കും, കുറച്ച് കുഞ്ഞുങ്ങളെ കാഞ്ഞിരപ്പള്ളിയിലാക്കും. ഇങ്ങനെ പല സ്ഥലങ്ങളിലാക്കിയിട്ട് ഇവരെയും അന്വേഷിച്ച് നടക്കുകയാണ്. ഇവരെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവിടെ ചെന്ന് ഈ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ടോ? അപ്പോൾ പലപ്പോഴും സിസ്റ്ററോട് സംസാരിക്കാൻ പറയും, കഴിഞ്ഞ പരീക്ഷയ്ക്ക് അവൾക്ക് മാർക്ക് കുറവായിരുന്നു, അവൻ ഇച്ചിരി മാർക്കുണ്ട്. ഇത് ഒരു അമ്മ കാണുന്നത് പോലെ കാണുകയാണ്, ഈ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ടോ? അപ്പോൾ അവരെ എല്ലാം കൊണ്ടുവന്ന് എൻ്റെ കണ്ണു മുമ്പിൽ ഞാൻ എടുത്തു വളർത്തി നടത്തിയ ഈ കുഞ്ഞുങ്ങളെ എൻ്റെ കണ്ണു മുമ്പിൽ എൻ്റെ കൂടെ നിർത്തണം, എൻ്റെ വീട്ടിൽ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന സിസ്റ്ററുടെ മനസ്സ്. അതുപോലെ തന്നെ സിസ്റ്റർമാരെ ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ ഈ കൊച്ചുമോളൊക്കെ മുമ്പിൽ അവിടെയൊന്നും താഴെ വെച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ആർക്കും ഒന്നും പറഞ്ഞ് എന്നെ സ്വാധീനിക്കാൻ പറ്റുന്നില്ല. പക്ഷേ സ്നേഹതീരത്തിനെ പോലുള്ള സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരുടെ നല്ല മനസ്സിനെ ഞാൻ ശിരസ് നമിച്ച് കുമ്പിടും. എന്നെ കയ്യിലെടുക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, ഇവരെയൊക്കെ സഹായിച്ചിട്ട് വന്നാൽ. ഞാനൊരു സ്ഥലത്ത് പോയാൽ ആരുടെ കയ്യിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കത്തില്ല. ഞാൻ വാങ്ങുന്നത് പൂച്ചണ്ട് പോലും വാങ്ങിക്കുന്നില്ല, ബുക്കാണ് വാങ്ങിക്കുന്നത്. എന്തിനാണ്? പാവപ്പെട്ട കുഞ്ഞുങ്ങൾ കൊടുക്കാൻ. സ്കൂൾ ബാഗാണ് വാങ്ങിക്കുന്നത്, പാവപ്പെട്ട കുഞ്ഞുങ്ങൾ കൊടുക്കാൻ. ഇതൊന്നും ഞാൻ മനസ്സിലാക്കി. ഒന്നും കൊണ്ടുപോകില്ല കേട്ടോ. കോടിക്കണക്കിനോടെ സ്വത്തുള്ള ആളും ഒരു സാധനം മുട്ടസൂചി പോലും കൊണ്ടുപോകാൻ പറ്റില്ല. സ്വർണ്ണത്തിൽ തീർത്ത ഒരു സൂചി പോലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഓരോരുത്തരും ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങളാണ്. നമുക്ക് വന്ന് നിർത്തത്ര വലിയ കാര്യം. ആഴ്ചയിൽ 1-2 ദിവസം വരും ഈ കുട്ടികളെല്ലാം ബാൻഡ് പഠിപ്പിക്കും. ഇതൊക്കെ നമ്മളെ അദ്ദേഹത്തിൻ്റെ തലക്കൂടെ വണ്ടിയൊന്നും കൊടുത്തില്ലല്ലോ, വീട്ടിൽ ഇരുന്നാൽ പോയി ചൂടായിട്ട് വല്ല ആരെങ്കിലും വല്ലതും പറയും. അടൂരിൽ നിന്നാണ് വരുന്നത്, അവിടെ നിന്ന് ഇവിടെ വന്ന് ഇവരെ പഠിപ്പിച്ച്. അതൊക്കെ ഒരു അവനവനെ കൊണ്ടാവുന്നത്, പണം കൊണ്ട് മാത്രമല്ല, അവനവനെ കൊണ്ടാവുന്നത് മനസ്സുകൊണ്ടൊക്കെ സഹായിക്കും. ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ധാരാളമായി കൊടുക്കാൻ കഴിയും. അവിടെയാണ് നമ്മൾ മനുഷ്യനാവുന്നത്. ആ സ്നേഹമാണ് സ്നേഹതീരത്തിൽ കാണുന്നത്. നമുക്കറിയാം, ഇവിടെയുള്ള സഹോദരിമാരിൽ പലരും തിരുവോരത്തു നിന്നും ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരവും പോലീസ് ഓഫീസർമാരും വൈദികരും ഒക്കെ കൊണ്ടാക്കിയ സഹോദരിമാരാണ്. ഇവർ ഭാഗ്യമുള്ളവരാണ്. കാരണം തെരുവിൽ അലഞ്ഞു നടക്കുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ എത്ര മോശമാണ് എന്ന് നമുക്ക് ചിന്തിക്കാമോ. നമ്മൾ സാംസ്കാരികമായൊക്കെ വളരെ മുന്നോട്ട് പോയി എന്ന് പറയാറുണ്ട്.
പക്ഷെ തെരുവിൽ അലഞ്ഞു കിടക്കുന്ന സ്ത്രീ സുന്ദരിയാണോ അല്ലയോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല. അവരുടെ അവസ്ഥ വളരെ മോശം. അത്തരത്തിൽ വീടേത് നാടേതെന്ന് പറഞ്ഞ് അറിഞ്ഞു തിരിയുന്ന പലരെയും കൊണ്ടുവന്ന് വളരെ സ്നേഹത്തോടെയാണ് സ്നേഹതീരത്തിലെത്തുന്നത്. സിസ്റ്ററുടെ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വന്തം വീട്ടിൽ പോലും കിട്ടാത്ത ശുചിത്വം. അതാണ് സ്നേഹതീരത്തിന് എന്നെ അത്ഭുതപ്പെടുന്നത്. ഞാൻ പലപ്പോഴും പല പ്രമുഖ വ്യക്തികളുമായി സ്നേഹതീരത്തിൽ വന്നിട്ടുണ്ട്. ഈ സഹോദരിമാരെല്ലാം കിടക്കുന്ന വാർഡിലേക്ക് കയറി നോക്കിയാൽ ദുർഗന്ധം എന്നൊന്നില്ല. ഇവിടെ കുട്ടികളെ വളർത്തുക മാത്രമല്ല, അച്ചടക്കവും സ്നേഹവും വൃത്തിയും വെടിപ്പും ഒക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അച്ചടക്കമുള്ള ഒരു വ്യക്തിക്കും ഒരു സ്ഥാപനത്തിന് മാത്രമേ വളരാൻ പറ്റൂ.